അത്യാവശ്യം പറയാൻ പറ്റി. അപ്പൊ അതിനനുസരിച്ച് ചെയ്തു. അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ CPT ICD എല്ലാം നന്നായി എടുത്തിരുന്നു. എങ്ങനെ തനിക്ക് തന്നെ തോന്നിയില്ലേ ഇപ്പോൾ സർട്ടിഫൈഡ് ആവുന്നതിന് മുൻപ് അത് നമ്മൾ പറ്റാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നിട്ട് അഞ്ജനയുടെ ഫാമിലിക്കൊക്കെ എന്തായിരുന്നു? നമുക്കൊരു എല്ലാവർക്കും സന്തോഷം. ഹലോ ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ഉള്ള പോലെ തന്നെ ഒരു ഹാപ്പി മൊമെൻ്റ് ഷെയർ ചെയ്യാനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ് ആള് എല്ലാ മെഡിക്കൽ കോളേജിൻ്റെയും പോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ് ജോബിന് കയറണം എന്നുള്ള എത്രയും പെട്ടെന്ന് അത് ആൾക്ക് കേരളത്തിൽ തന്നെയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ ഒക്കെ ആഗ്രഹിച്ച് അതെല്ലാം നിറവേറിയ ഒരാളെ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പേര് അഞ്ജന. ഞാൻ BSc കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്. തൃശ്ശൂർ തന്നെയാണ് വീട്. ഞാൻ ഇൻഡസിൽ വന്നിട്ട് 2 മാസത്തിന് ശേഷം ജോലിക്ക് കയറി. കൊച്ചിയിലാണ് പ്ലേസ്ഡ് ആയത്. ഓക്കെ അഞ്ജന, അപ്പോൾ ഇപ്പം എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് അധികം നാളായിട്ടില്ല അല്ലേ? അധികം നാളാവുമ്പോഴേക്കും നമ്മൾ അത് കൊച്ചിയിൽ തന്നെ നമുക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് പറ്റി. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നില്ല അഞ്ജനയുടെ? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നമ്മൾ കോഴ്സ് കഴിയുന്നു, ജസ്റ്റ് നമ്മളൊരു ഇൻ്റർവ്യൂ പോണു, പ്രിപ്പയർ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് പ്ലേസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് അഞ്ജനയുടെ? ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അവര് ചെന്നപ്പോൾ ആദ്യം പേടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോദിച്ചതിനൊക്കെ അത്യാവശ്യം പറയാൻ പറ്റി. അപ്പൊ അതിനനുസരിച്ച് ചെയ്തു. പിന്നെ സെലക്ട് ആവുള്ളൂ എന്നുള്ള ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ മെയിൽ വരുന്നു, പിന്നെ അതുപോലെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് അവിടെ കമ്പനിയിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ് അഞ്ജന? കമ്പനിയിൽ കയറി ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങളിപ്പോ കയറി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് അഞ്ജനയുടെ ബാക്കി കോഴ്സ്, നമ്മുടെ ഇൻഡസിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അഞ്ജനയ്ക്ക്? ഞാൻ ഓഫ്ലൈനാണ് അറ്റൻഡ് ചെയ്തത്. ഞങ്ങൾക്ക് എടുത്തത് സാന്ദ്ര മാം ആയിരുന്നു. മാം നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ദിവസം എടുത്ത പിറ്റേ ദിവസം തന്നെ ചോദ്യം ചോദിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നു? എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ CPT ICD എല്ലാം നന്നായി എടുത്തിരുന്നു. പിറ്റേ ദിവസം ചോദിക്കും. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. അങ്ങനെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യാൻ പറ്റുമായിരുന്നു. എല്ലാം ചെയ്ത് പഠിക്കാനായിട്ട് മോക്കുകളൊക്കെ ആണെങ്കിലും 10 മോക്ക്, പിന്നെ 16 മോക്ക്, അവസാനം 16 മോക്കുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അഞ്ജനയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ജന സർട്ടിഫൈഡും ആയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുൻപേ ആള് പ്ലേസ്ഡ് ആക്കാനായിട്ട് പറ്റി. അപ്പോൾ എങ്ങനെ തനിക്ക് തന്നെ തോന്നിയില്ലേ ഇപ്പോൾ സർട്ടിഫൈഡ് ആവുന്നതിന് മുൻപ്? അത് നമ്മളൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലല്ലോ. കെമിസ്ട്രി ആണ് പഠിച്ചത്. പക്ഷെ അത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വലിയ ടച്ച് കുറവാണ്. എന്നിട്ട് നമ്മളിപ്പോ സർട്ടിഫൈഡ് ആവുന്നതിന് മുൻപ് നമുക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നിട്ട് അഞ്ജനയുടെ ഫാമിലിക്കൊക്കെ എന്തായിരുന്നു? നമുക്കൊരു എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. കൊച്ചിയിൽ നിന്ന് അടുത്താണല്ലോ, പോയി വരാനും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കൊച്ചിയിൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷമായി. അപ്പോൾ ഇനി എന്നിട്ട് എന്താണ് അഞ്ജനയുടെ ഇനിയിപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനടുത്തായാലും എന്താണ് അഞ്ജനയ്ക്ക് പറയാനുള്ളത് ടോട്ടൽ നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞപ്പോൾ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ PG എടുക്കണമെന്ന് ഡൗട്ട് വെച്ചിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. കോഴ്സിനെ പറ്റി അറിഞ്ഞ് യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് ഇൻഡസ് ടോക്സിനെ പറ്റി അറിഞ്ഞത്. അപ്പോഴാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. അച്ഛനമ്മയുടെയും കൂടെയാണ് വന്നത് ഞാൻ. എന്നിട്ടാണ് അഡ്മിഷൻ എടുത്തത്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് വന്നു തുടങ്ങി. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലാസ്സുകളായിരുന്നു. അത് ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാക്കൽറ്റീസ് ആയാലും നല്ലവരും ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഓക്കെ അഞ്ജന, അപ്പൊ എന്തായാലും നമുക്കിനി CPCയും കൂടി എഴുതിയെടുക്കാനായിട്ട് നോക്കിക്കോളാം. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ എവരിവൺ, താങ്ക് യു ഫോർ വാച്ചിങ് ഇൻഡസ് ടോക്സ്.